വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പറശ്ശിനിക്കടവിൽ നിന്ന് മാട്ടൂലിലേക്ക് ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിനേക്കാൾ ഏറ്റവും ഉചിതമാണ് ജലഗതാഗതം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പറശ്ശിനിക്കടവിൽ നിന്ന് മാട്ടൂലിലേക്ക് സർക്കാർ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നത് മാട്ടൂൽ നിവാസികൾക്കും പാപ്പിനിശ്ശേരി, വളപട്ടണം, ചിറക്കൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും ആശ്വാസമാവുകയാണ്. നമ്മൾ മാട്ടൂരിൽ നിന്ന് ഇങ്ങനെ ഇത് ഇറങ്ങിയ വന്ന് കാണാൻ വേണ്ടി വന്നതാണ് പറശ്ശിനിക്കടവിലേക്ക് വന്നത്. ഒരു കണക്കിൽ ബസ്സിൽ യാത്ര ചെയ്തതിനേക്കാൾ ഏറ്റവും നല്ലത് യാത്ര ഇതിലാണ് സുഖം. കാരണം അത് ബസ്സിൽ കുണ്ടും കുഴിയിൽ ഇട്ടിട്ട് ഇങ്ങനെ നടുവ് കാണിച്ചിട്ട് വരണ്ടല്ല. ഇതാകുമ്പോൾ ഒന്നുമില്ല, നമ്മളെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് നല്ല സുഖമായിട്ട് വരാം. പക്ഷെ ഇതെല്ലാവരും ഒന്ന് ഉപയോഗപ്പെടുത്തണം, എന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇത് മുമ്പ് ഒരിക്കൽ നായനാർ സർക്കാർ കൊണ്ടുവന്നിട്ട് ഒഴിവാക്കിയതാ. രണ്ടാമത് ഇവർ വന്ന് ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോവാം, അടിപൊളിയായിട്ട് കൊണ്ടുപോവാം. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി VS ശിവകുമാറാണ് ബോട്ട് ഗതാഗതം ഉദ്ഘാടനം ചെയ്തത്. ബോട്ട് സർവീസ് പുനഃസ്ഥാപിക്കണമെന്നത് വളപട്ടണം പുഴയോരത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു. ജില്ലയിലെ പുരാതന തുറമുഖമായിരുന്നു വളപട്ടണം തുറമുഖം. ഇതുവഴി വർഷങ്ങൾക്ക് മുമ്പ് ചരക്ക് ഗതാഗതം ചങ്ങാടങ്ങളിൽ നടന്നിരുന്നു. ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായാണ് വളപട്ടണം തുറമുഖം ചരിത്രരേഖകളിൽ കാണപ്പെടുന്നത്. പല വൈദേശിക യാത്രികരും ഇവിടെ കടൽമാർഗം കണ്ണൂരിലെത്തിയതായും ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ലോക സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത വളപട്ടണം കടൽമാർഗം എത്തിയത് മലബാറിന്റെ ഗതകാല പ്രൌഢിക്ക് തിളക്കം നൽകുന്നു. പഴയ കാലഘട്ടത്തിൽ ഗതാഗതത്തിൽ മുഖ്യമായും ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് ചങ്ങാടങ്ങളും തോണികളുമായിരുന്നു. ജലഗതാഗതത്തിനൊപ്പം മഞ്ചൽ സംവിധാനങ്ങളുമാണ് ജനങ്ങളുടെ അന്നത്തെ മുഖ്യ ഗതാഗത സംവിധാനങ്ങൾ. മലബാറിൽ മുഖ്യമായും ചരക്കുകൾ എത്തിയതും കച്ചവട സാമഗ്രികൾ എത്തുന്നതും പ്രമുഖ തുറമുഖമായ വളപട്ടണം തുറമുഖത്തായിരുന്നു. ഇന്ന് കാലഹരണപ്പെട്ടുപോയ വളപട്ടണം തുറമുഖം ആരംഭിക്കുന്നത് ഇന്നത്തെ അഴീക്കോട് പഞ്ചായത്തിലെ പൊയ്ത്തുംകടവ് മുതലാണ്. വളപട്ടണം തുറമുഖത്തു കൂടിയാണ് കേരളത്തിലെ മരമില്ലുകൾക്കാവശ്യമായ തടികളും മറ്റ് മലഞ്ചരക്ക് വ്യാപാര സാധനങ്ങളും കേരളക്കരയിലെത്തിച്ചത്. അന്നത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്നു വളപട്ടണം. കാലപ്രവാഹം മുഖം മിനുക്കിയപ്പോൾ വർത്തമാനകാലത്ത് ഗതാഗത സംവിധാനത്തിൽ ഹൈടെക് സംവിധാനങ്ങൾ നിലവിൽ വന്നപ്പോൾ ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് നിരത്തിലിറങ്ങുന്നത്. ഈ തരത്തിൽ മിനിറ്റുകളിൽ നൂറുകണക്കിന് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതും ഗതാഗതത്തിന് തടസ്സമാവുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും യാത്രാക്ലേശം സൃഷ്ടിക്കുമ്പോൾ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ ഗതകാല ഗതാഗത സംവിധാനങ്ങൾ പുനരാവിഷ്കരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ്. വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങളും ഗതാഗതക്കുരുക്കും ജലഗതാഗതം വഴി ഏറെ പരിഹരിക്കാനാവും. ഇതുകൊണ്ടുതന്നെ കേരളത്തിൽ അനുയോജ്യമായ തീരപ്രദേശങ്ങളിൽ ജലഗതാഗതം പ്രാബല്യത്തിൽ വരുത്തുന്നത് ഏറെ ഗുണപ്രദമാവും. 4 പതിറ്റാണ്ട് മുമ്പ് വരെ വളപട്ടണം പുഴയിൽ ജലഗതാഗതം സജീവമായിരുന്നു. നിരവധി സ്വകാര്യ ബോട്ടുകളും കടത്തുതോണികളും സർവീസ് നടത്തിയ ഗതാഗത കേന്ദ്രമായ വളപട്ടണത്ത് റോഡുകളും വാഹനങ്ങളും കൂടിയതോടെ ജലഗതാഗതത്തിന്റെ പ്രസക്തി നഷ്ടമാവുകയായിരുന്നു. പിന്നീട് 1997 മുഖ്യമന്ത്രിയായ EK നായനാർ മുൻകൈയെടുത്താണ് ബോട്ട് സർവീസ് വീണ്ടും തുടങ്ങിയത്. നേരത്തെ പറശ്ശിനിക്കടവ്, കൊറ്റി എന്നിവിടങ്ങളിലേക്ക് 3 ബോട്ടുകൾ ഓടിച്ചിരുന്നു. നീലേശ്വരം, കോട്ടപ്പുറം, കൊറ്റി, പഴയങ്ങാടി, സുൽത്താൻ തോട് വഴി വളപട്ടണം പറശ്ശിനിക്കടവിലേക്ക് സർവീസ് ലക്ഷ്യമിട്ടാണ് ബോട്ട് സർവീസ് നേരത്തെ ആരംഭിച്ചത്. ഇതിനായി സുൽത്താൻ തോടിന്റെ ആഴവും വീതിയും കൂട്ടുകയും കണ്ണൂർ കാസർകോട് ജലപാതയിൽ 26 ബോട്ട് ജെട്ടികൾ നവീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുൽത്താൻ തോടിന്റെ മണ്ണിടിഞ്ഞ് ആഴം കുറഞ്ഞതിനാൽ സർവീസ് നടത്താനായില്ല.
കണ്ണൂർ ഡയറിയിൽ ഇനിയൊരു ഇടവേള.